പി രാജുവിന്റെ സഹോദരി ഭർത്താവിന്റെ പ്രതികരണമാണ് കേട്ടത്. സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് നേരത്തെ പി രാജുവിനെ തരം താഴ്ത്തിയിരുന്നു. ഈ ഒരു നടപടി ലഘൂകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചെങ്കിലും അങ്ങനെ ഒരു നടപടിയൊന്നും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതിലൊക്കെ മനം നൊന്തുകൂടിയാണ് അദ്ദേഹത്തിന്റെ പി രാജുവിന്റെ മരണം സംഭവിച്ചത് എന്നുകൂടിയാണ് കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. എസ് രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ 73 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി എന്നുള്ള ഒരു ആരോപണത്തിന് പേരിലാണ് പി രാജുവിന് നടപടി നേരിടേണ്ടി വന്നത്. പക്ഷേ കടുത്ത വിഭാഗീയതയുടെ ഇരയായി മാറുകയായിരുന്നു താനെന്നും തനിക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്നും ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ പ്രതികാരത്തിന് പാത്രമാവുകയാണ് എന്നുമൊക്കെ പി രാജു ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പേരെടുത്ത് ആരെയും പറയുന്നില്ല എങ്കിലും കുടുംബവും ഉന്നയിക്കുന്നത്. തീർച്ചയായും അതായത് ഗുരുതര ആരോപണമാണ് CPI നേതൃത്വത്തിനെതിരെ കുടുംബം ഇപ്പോൾ പി രാജുവിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ല എന്ന് പറയുന്നത് ഇസ്മയിൽ പക്ഷവും കാനം പക്ഷവും തമ്മിൽ വലിയ പോരാട്ടം നടന്ന ഒരു ജില്ലയായിരുന്നു. അന്ന് ഇസ്മയിൽ പക്ഷത്തിന്റെ ആളായി നിന്ന ആളായിരുന്നു പി രാജു. പക്ഷേ കാനം പക്ഷത്തിന്റെ ആളായി KM ദിനകരൻ ഉൾപ്പെടെയുള്ളവരും നിന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം വരികയും അങ്ങനെ ആ തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും സമ്മേളനത്തിനൊടുവിൽ KM ദിനകരനെയാണ് തെരഞ്ഞെടുത്തത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആ സാമ്പത്തിക ആരോപണം രാജുവിനെതിരെ മുന്നോട്ട് വരുന്നത്. അങ്ങനെ സാമ്പത്തിക ആരോപണത്തെ തുടർന്ന് രാജുവിനെ കീഴ്ഘടകത്തിലേക്ക് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് ഉണ്ടായത്. അതിനിടയിൽ കൺട്രോൾ കമ്മീഷനെ ഇവർ സമീപിക്കുന്ന നിലയുണ്ടായിരുന്നു. കൺട്രോൾ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച വലിയ തുകയുടെ ആരോപണമൊന്നും ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് ഈ നടപടി ലഘൂകരിക്കണമെന്നൊരാവശ്യം ജില്ലാ നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചു. ഇതിനിടയിൽ പി രാജു ആരോഗ്യപരമായി വലിയ മോശം സ്ഥിതിയിലൊക്കെയായി. പക്ഷേ കുടുംബം പറയുന്നത് ആ ഘട്ടത്തിലും തനിക്കെതിരെയുള്ള നടപടി ലഘൂകരിച്ചിട്ടുണ്ടോ, തനിക്കെതിരെയുള്ള നടപടി എന്തായി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ ഓഫീസിലടക്കം മൃതദേഹം എത്തിക്കണമെന്നൊരാവശ്യം, അവിടെ പൊതുദർശനത്തിന് വയ്ക്കണമെന്നൊരാവശ്യമൊക്കെ പാർട്ടി മുന്നോട്ട് വെച്ചതായാണ് പറയുന്നത്. പക്ഷേ കുടുംബം അതിനെ എതിർത്തിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ നിശ്ചയിക്കുന്നത് പ്രകാരം മോർച്ചറിയിലാണ് മൃതദേഹം. നാളെ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിക്കുന്നത്. കുറേ നാൾ ജില്ലാ സെക്രട്ടറി ആയ ഒരു വ്യക്തിയായിരുന്നു പി രാജു. മാത്രമല്ല പറവൂർ MLA ആയിരുന്നു. VD സതീശന് മുൻപ് പറവൂർ MLA ആയിരുന്നു പി രാജു. അദ്ദേഹത്തിന്റെ അച്ഛനും വലിയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ശിവൻപിള്ള. എന്തായാലും ആ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആരോപണം പാർട്ടിക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു സെറ്റിൽമെന്റ്, കാരണം ഒരു പരിഹാരത്തിലേക്ക് പോകണമെന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ കുടുംബം അത് അംഗീകരിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ഈ നിലപാട് തന്നെ തുടരുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ നടപടിക്ക് നേതൃത്വം കൊടുത്തവർ ആരും തന്നെ ഇത്തരത്തിൽ പൊതുദർശനം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കരുത് എന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിലവിലെ ജില്ലാ നേതൃത്വത്തിൽ തന്നെയാണ്. അവർ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് ആക്ഷേപങ്ങൾ അത്രയും. കാരണം അത്രത്തോളം വിഭാഗീയത എറണാകുളത്ത് നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അദ്ദേഹത്തെ ബോധപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മരണം സംഭവിച്ച ശേഷം കുടുംബം അതിശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. എന്തായാലും 58 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ്. പാർട്ടിയുടെ അലവൻസ് പോലും വാങ്ങാതെയാണ് ഞാൻ നിസ്വാർത്ഥമായ സേവനം നടത്തിയത്. അതിനുശേഷം എനിക്ക് യാതൊരുവിധ സാമ്പത്തിക താല്പര്യവും ഇല്ല എന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് പോലും സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പി രാജു പറഞ്ഞത്. പാർട്ടി ഇതിന് നൽകുന്ന വിശദീകരണം എന്താണ്? ഈ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയും കുടുംബത്തിന്റെ ആരോപണവും ഒക്കെ വരുമ്പോഴും CPI അതിനോട് പ്രതികരിക്കുന്നുണ്ടോ? CPIയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. കുടുംബവുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ ജില്ലാ നേതൃത്വവുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ ഇല്ല, അല്ലെങ്കിൽ അത്തരം ഒരു സ്പേസ് ഇല്ല എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹം അർബുദ രോഗബാധിതനായിരുന്നു, ആരോഗ്യപരമായി ബുദ്ധിമുട്ടിലായിരുന്നു. ഈ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നിരവധി വർഷം അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഒന്നും മാനിക്കാതെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉണ്ടായത്. അതിന് ഭാഗവാക്കാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നടപടി ലഘൂകരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ജില്ലാ നേതൃത്വം ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ ഇന്നലെ അസുഖബാധിതനായി അത്രത്തോളം രൂക്ഷമായി ഇരുന്ന ഘട്ടത്തിലാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയതെന്ന കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ താല്പര്യമില്ല എന്നാണ് അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നത്. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾക്ക് അവരാരും വരേണ്ടതില്ല എന്ന നിലപാട് അതിശക്തമായി തന്നെ കുടുംബം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഇതൊരു
വലിയ വിഷയമായി തന്നെ CPI ഉൾപ്പെടെ കത്തിക്കയറുമെന്ന് തീർച്ചയാണ്. കാരണം ഒട്ടനവധി തവണ MLA ആയ ഒരു വ്യക്തിയാണ്. മാത്രമല്ല CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി നിലനിന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് പിന്നീട് പാർട്ടി നടപടികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ ഇത് പാർട്ടി നടപടി കൊണ്ടുള്ള മാനസിക വ്യഥ മൂലമാണ് എന്ന കാര്യം കുടുംബം ഇപ്പോൾ തുറന്നു പറയുന്നത്. എന്തായാലും മറ്റ് പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ലഘൂകരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കുടുംബം അതിന് വഴങ്ങിയിട്ടില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിഭാഗീയത അരങ്ങേറിയ ഒരു ജില്ലയാണ് CPIയിൽ എറണാകുളത്ത്. അവിടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുമ്പോൾ കുടുംബം ആരോപണവുമായി രംഗത്ത് വരുന്നത്. രാഗനാണ് വിവരങ്ങൾ നൽകിയത്. പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആവശ്യപ്പെടുന്നത് യാതൊരു തരത്തിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പൊതുദർശന ചടങ്ങ് നടത്താൻ അവർ തയ്യാറല്ല. ആരും കുടുംബം നടത്തുന്ന സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നു വരരുത് എന്ന നിർദ്ദേശം കൂടിയാണ് അവർ നൽകുന്നത്. പി രാജു സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് 73 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത്. പിന്നീട് അന്വേഷണ കമ്മീഷനെ വെച്ചു. ആദ്യം ജില്ലയിൽ നിന്ന് തന്നെയുള്ള അന്വേഷണ കമ്മീഷനെ വെച്ചു. അതിനെതിരെ പി രാജു ആക്ഷേപം ഉന്നയിച്ചു. പിന്നീട് ഒരു അന്വേഷണ കമ്മീഷനെ കൂടി വെച്ചു. ഇത്രയും വലിയൊരു തുകയുടെ അട്ടിമറിയോ മറ്റോ ഒന്നും നടന്നിട്ടില്ല എന്ന് ആ കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി. പക്ഷേ നടപടി പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല എന്നടക്കമുള്ള കാര്യമാണ് പി രാജു പറഞ്ഞിരുന്നത്. പിന്നീട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ, താൻ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളുള്ള ആളല്ല എന്ന് അറിയാവുന്നവർ പോലും തനിക്കൊപ്പം നിന്നില്ല എന്നും കടുത്ത വിഭാഗീയതയുടെ ഇരയായിരുന്നു താൻ എന്നും തന്നെ സംരക്ഷിക്കുക എന്നത് പോയിട്ട് തൻ്റെ നിലപാടിനെ അംഗീകരിക്കാനോ തന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നു. ആരോഗ്യം മോശമാകാനുള്ള സാഹചര്യം ഉണ്ടായത് പാർട്ടിയുടെ സമീപനം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്.